ഹായ്, വെൽക്കം ടു സെലീനാസ് കിച്ചൺ. എല്ലാവർക്കും സുഖമല്ലേ? എനിക്കിവിടെ സുഖം തന്നെയാണ്. അപ്പോൾ ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു ബിരിയാണി, നമ്മളുടെ സിമ്പിൾ ചിക്കൻ ബിരിയാണി ബോംബെ സ്റ്റൈലിൽ ഞാൻ ഉണ്ടാക്കണേനും. പിന്നെ ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാനിതിൽ നമ്മളുടെ ഇന്ത്യൻ ഫ്ലാഗാണ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത്. റെസിപ്പിയിലോട്ട് കിടക്കണതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും ഇഷ്ടമുള്ള റെസിപ്പീസ് പഠിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. പിന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നമുക്കപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന്. ആദ്യം തന്നെ ഞാനിവിടെ ഒരു ചട്ടിയിൽ ഇത്തിരി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നു. അപ്പോൾ നമുക്കതിലോട്ട് നമ്മുടെ 4 ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ 4 ഉള്ളി എന്ന് പറയുന്നത് അതിൽ നിന്ന് കുറച്ച് നമ്മൾ വറുത്തെടുക്കും കേട്ടോ. അത് നമ്മൾ ദമ്മിലോട്ട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വെക്കുമ്പോൾ അതിലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ വറുത്തെടുക്കും. ബാക്കിയുള്ളത് നമ്മൾ ഇതിൻ്റെ ഗ്രേവിക്ക് വേണ്ടിയിട്ട് അതിലിട്ടുണ്ടാക്കാനാണ്. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു മിനിറ്റായി, 1-1.5 മിനിറ്റായി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലോട്ട് പകുതി അങ്ങോട്ട് എടുക്കണേണ്. ഇത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ലെയർ ചെയ്യുമ്പോൾ അതിലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കണേന്. ഇഞ്ചിയും വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ വെളുത്തുള്ളി 4 എണ്ണം, ഇഞ്ചി ഒരു കഷ്ണം, ഒരു വലിയ കഷ്ണം അത് ചതച്ചെടുത്തതാണ്. അതിൽ ആ സ്ട്രോങ് ഫ്ലേവർ ഒന്ന് പോയി വരുമ്പോഴേക്കും നമ്മൾ അതിലിട്ട് കൊടുക്കാൻ പോണതാണ് 3 വലിയ തക്കാളി അരിഞ്ഞത്. അതിൻ്റെ ഒപ്പം തന്നെ 3 പച്ചമുളക് ഇട്ട് കൊടുത്തു. ഇനി അത് നല്ലോണം മിക്സ് ചെയ്യണം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കുറച്ച് പുതിന, പിന്നെ കുറച്ച് ധനിയ നല്ലോണം അരിഞ്ഞതയക്കണം. നമ്മൾ ഇതെല്ലാം കൂടി ഇട്ട് നല്ലോണം ഇനി മിക്സ് ചെയ്തെടുക്കും. അപ്പോൾ ആ തക്കാളിൻ്റെ വെള്ളമൊക്കെ അതിൽ മിക്സ് ആവും. ഇനി നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നതാണ് കശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ. ഇനി നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നതാണ് 1 പാക്കറ്റ് ബോംബെ ഷാൻ മസാലപ്പൊടി, ബിരിയാണി ഷാൻ മസാലപ്പൊടി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഷാൻ്റെ ബ്രാൻഡ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. കാരണം അതിൽ ഓൾമോസ്റ്റ് ഒരുവിധപ്പെട്ട എല്ലാ മസാലകളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പിന്നെ എരിവിന് മാത്രം നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്താൽ മതി. ഇതിൽ ഈ മസാലയിൽ ഉപ്പുമുണ്ട്. വർഷങ്ങളോളമായിട്ട് ഞാൻ ഷാൻ്റെ മസാലപ്പൊടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത് നല്ലോണം കഴുകി വൃത്തിയാക്കിയ ചിക്കൻ. അപ്പോൾ ഈ ചിക്കൻ ഏകദേശം 100-200 ഗ്രാം ഉണ്ട്. മുഴുവൻ ചിക്കനാണ്. പിന്നെ ഇതിൻ്റെ ഒപ്പം എനിക്ക് ഒരു ടിപ്പ് തരാനുണ്ടായിരുന്നു. ചിക്കൻ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അത് നല്ലോണം കഴുകി വൃത്തിയാക്കണം. ഞാൻ ഉപയോഗിക്കുന്ന രീതി എന്താണെന്ന് വെച്ചാൽ നാരങ്ങയാണ് ഉപയോഗിക്കുന്നത് കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ എന്തെങ്കിലും ബാക്ടീരിയ വല്ലതും ഉണ്ടെങ്കിൽ അത് അങ്ങോട്ട് പോയിക്കോളും. പിന്നെ കഴുകണ പാത്രം നമ്മൾ ചിക്കൻ ഇട്ട് കഴുകാൻ വെക്കണം, അല്ലെങ്കിൽ ഡീപ് റോസ്റ്റ് ആക്കാൻ വെക്കണ പാത്രമൊന്നും മറ്റുള്ള പാത്രങ്ങളായിട്ട് ടച്ച് ചെയ്യാൻ പാടില്ല. കാരണം ആ വെള്ളത്തിൽ മുഴുവനും ബാക്ടീരിയ ഉണ്ടാവും. അത് പിന്നെ ഫുഡ് പോയ്സണിങ് ആവാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ ഈ ചിക്കനും മീറ്റൊക്കെ നിങ്ങൾ അരിയുമ്പോൾ ആ കട്ടിംഗ് ബോർഡ് സെപ്പറേറ്റ് ആയിരിക്കണം. വേറെ കട്ടിംഗ് ബോർഡ് അതിന് സെപ്പറേറ്റ് ആയിട്ട് വെക്കണം. അല്ലെങ്കിൽ നല്ലോണം കഴുകി വൃത്തിയാക്കണം. സെപ്പറേറ്റ് ആണെങ്കിൽ പോലും ആഴ്ചയിൽ 1 വട്ടം നല്ലോണം നാരങ്ങയും വിനാഗിരിയും ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം കഴുകി എടുക്കണം. അപ്പം നമ്മൾ ഇതിലോട്ട് ബാക്കിയുള്ള മസാലപ്പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 1 പാക്കറ്റ് മസാലപ്പൊടി എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതി ഞാൻ ചിക്കൻ ഇടണേ മുമ്പെന്നിട്ടു. ചിക്കൻ ഇട്ടതിന് ശേഷം ബാക്കിയുള്ള പകുതി മസാലപ്പൊടിയും ഇട്ടതിന് ശേഷം ഞാൻ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണേണ്. വെള്ളം ഞാനിപ്പോൾ ഒഴിച്ച് കൊടുക്കണില്ല. ചില സമയത്ത് ചിക്കനിൽ നിന്ന് നല്ല വെള്ളം വരും. അപ്പോൾ അത് നോക്കിയതിന് ശേഷം ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ മിക്കപ്പോഴും ചിക്കനിൽ അങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കാറില്ല. കാരണം ഇവിടുന്ന് മേടിക്കുന്ന ചിക്കനിൽ നമ്മൾ ചട്ടിയിലോട്ട് വെക്കുമ്പോഴത്തേക്ക് കുറേ വെള്ളം വരും. അവിടെ ഞാൻ ചിക്കനിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാറില്ല. വല്ലപ്പോഴും മാത്രമേ അതിൽ ചിക്കനിൽ വെള്ളം വരാതിരിക്കാറുള്ളൂ. അപ്പോഴേ ഞാൻ അത്യാവശ്യമുള്ള വെള്ളം ഞാൻ നോക്കി അതിൽ ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് നാരങ്ങൻ്റെ നീരിട്ട് കൊടുക്കാം. നാരങ്ങൻ്റെ നീരാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കുരു വീഴാതെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ കുരുവിൻ്റെ കയ്പ്പ് വരാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ആദ്യം തന്നെ 3 കപ്പ് ബാസ്മതി അരി വേവിച്ചെടുത്തിട്ടുണ്ട്. മുഴുവൻ വേവല്ല, ഒരു 70% മാത്രം വെന്ത് കിട്ടിയാൽ മതി. അത് നമ്മൾ ദമ്മിലോട്ട് വെക്കുമ്പോൾ അത് മുഴുവനായിട്ട് അത് വെന്ത് വരും.
അപ്പോൾ നമ്മുടെ ചിക്കൻ അടുപ്പത്താണ്. ആ നേരം കൊണ്ട് നമുക്കിവിടെ തൈര് റെഡിയാക്കാം. തൈരിൽ ഞാൻ ഇട്ടേക്കുന്ന രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ്. പുളിയില്ലാത്ത തൈര് വേണം ഉപയോഗിക്കാനായിട്ട്. അതിലേക്ക് ഞാൻ പുതിന ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 4-5 ഇല മാത്രം. പിന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പാകത്തിന്. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഞാൻ ധനിയയും ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് കറിയിലോട്ട് ഇട്ട് കൊടുക്കാൻ പോണേണ്. ഞാൻ മിക്കപ്പോഴും മറ്റുള്ള ആൾക്കാർ വീഡിയോ ഉണ്ടാക്കുന്നത് കാണാറുണ്ട്, അതിലൊന്നും തൈരൊന്നും ഇടണ കണ്ടിട്ടില്ല. പക്ഷെ തൈരിൻ്റെ ഫ്ലേവർ വളരെ നല്ലതാണ്. അതിലാ നല്ലൊരു ഗ്രേവി ഫ്ലേവർ വരും. പിന്നെ നമ്മൾ മസാലയൊക്കെ ഇടുമ്പോൾ അതിലൊരു മസാലേൻ്റെ കൂടുതൽ ഫ്ലേവർ മുന്നിലായിട്ട് നിൽക്കും. അത് ഈ തൈര് ഇടുമ്പോൾ അത് ബാലൻസ് ആയിക്കോളും. അപ്പം നമ്മൾ ഇതിലോട്ട് എല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി ഇതിൽ ചേർക്കാൻ തന്നെ ഒന്നും തന്നെ ഇല്ല. അപ്പം നമ്മൾ ചിക്കൻ വെന്ത് വരണ വരെ ഒരു 10 മിനിറ്റത്തേക്ക് മതി. ചിക്കൻ വെന്ത് വരുന്ന വരെ നമുക്കിത് മൂടി വെക്കാം. അതുപോലെ തന്നെ എനിക്ക് പറയാൻ അതിൽ കണ്ടില്ല, ഞാൻ വെള്ളം ചേർത്തിട്ടില്ല. ആ തൈരും തക്കാളിയും പിന്നെ നമ്മളുടെ ചിക്കനിൽ നിന്നും വെള്ളം തന്നെയാണ് അതിലുള്ളത്. അത് മതി ആ ചിക്കൻ വെന്ത് വരാനായിട്ട്. നമുക്കപ്പോൾ ഇത് മൂടി വെക്കാം ഒരു 10 മിനിറ്റത്തേക്ക്. ഞാൻ ചെറിയ തീയിലാണ് വെച്ചേക്കണത്. അപ്പോൾ 10 മിനിറ്റിന് ശേഷം ഞാൻ കാണിച്ചു തരാം അടുത്ത സ്റ്റെപ്പ് എന്താണ്. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കാണാമല്ലോ. ഞാൻ വെള്ളം ഒട്ടും തന്നെ ഒഴിച്ചിട്ടില്ല കേട്ടോ. ആ വെള്ളത്തിൽ തന്നെയാണ് ഞാനിത് വേവിച്ചെടുത്തേക്കണം. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മളുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അരി ഞാൻ വേവിച്ചെടുത്തതും റെഡി ആയിട്ടാണ്. നമുക്കിനി ഇത് ലെയർ ചെയ്യാം. ലെയർ ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഒരിത്തിരി ഗ്രേവി താഴെ ഒഴിച്ചു കൊടുക്കാം. ചോറിട്ട് കൊടുക്കാം. ചോറ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുഴുവനായിട്ട് വേവിച്ചെടുത്തതല്ല, നമ്മൾ ദമ്പിൽ വെക്കുമ്പോൾ അത് ഫുള്ളായിട്ട് വേവിച്ച് വന്നോളും. അപ്പോൾ പകുതി വേവിയിൽ അല്ലെങ്കിൽ ഒരു ഏകദേശം ഒരു 80% അല്ലെങ്കിൽ 70% വേവിച്ചെടുത്താലും മതി. നമുക്കിനി ഫസ്റ്റ് ലെയർ റെഡിയാക്കാം. നമ്മൾ ചോറിട്ട് കൊടുത്തു. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ചിക്കൻ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഇത്തിരി ഗ്രേവിയും ഇട്ട് കൊടുക്കണം, മറക്കരുത്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച ധനിയ ഇത്തിരി ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നേരത്തെ നമ്മൾ വറുത്തെടുത്ത സവോള അത് ഇത്തിരി ഇട്ട് കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സോ എന്ത് വേണമെങ്കിലും ഇട്ടോണം. ഞാൻ അതൊന്നും ഇടണില്ല ഇന്ന്. വളരെ സിമ്പിളായിട്ട് ഞാനൊരു ബിരിയാണി റെഡിയാക്കണമെന്നേ ഉള്ളൂ. മിക്കപ്പോഴും ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത് സ്പെഷ്യൽ ഒക്കേഷൻസ് ആണെങ്കിൽ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന മസാല വെച്ചാണ് ഞാൻ ഉണ്ടാക്കണം, എൻ്റെ സ്പെഷ്യൽ മസാല. പക്ഷേ ഇന്ന് ഞാൻ പെട്ടെന്നൊരു ബിരിയാണി ഉണ്ടാക്കണമെന്നേ ഉള്ളൂ. സെക്കൻഡ് ലെയറിന് വേണ്ടി നമ്മൾ ചോറിട്ട് കൊടുക്കണം. ഇതേ പ്രോസസ്സാണ് നമ്മൾ എൻഡ് വരെ ചെയ്യുന്നു. മേളിൽ ചോറ് വരണം. അപ്പോൾ ഞാൻ മുഴുവൻ ലെയറും വെച്ച് കഴിഞ്ഞു. ഇനി മേളിൽ നമ്മൾ ഗീ ഒഴിച്ച് കൊടുക്കണേണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളിടത്തോളം ഗീ ഉപയോഗിക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്ന ഗീ പ്യുവർ ഗീ ആണ്. ഗീ നമ്മൾ ഒഴിച്ചു കൊടുക്കണതിൻ്റെ കാരണം ഒന്ന് ഫ്ലേവർ, മറ്റൊന്ന് ചോറ് നമ്മൾ ദമ്മിലോട്ട് വെക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യത ഒക്കെ ഉണ്ട്. അപ്പോൾ നല്ല മണിയായിട്ട് കിടക്കും. പിന്നെ ഞാൻ ചോറ് വേവിച്ചെടുത്തപ്പോൾ ഞാൻ ഉപ്പിട്ടിട്ടില്ല. ഉപ്പ് നമ്മളുടെ കറിയിലുള്ള ഗ്രേവിയിലുള്ള ഉപ്പ് തന്നെയാണ് ഈ മുഴുവൻ ബിരിയാണിയിൽ കൊടുക്കാൻ പോണത്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ചോറ് വേവിച്ചെടുത്തപ്പോൾ അതിൽ ഞാൻ ഇത്തിരി നമ്മുടെ ജീരകം ഒരു തുള്ളി, പിന്നെ ഞാൻ ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വേവിച്ചെടുത്തതാണ്. ഇനി ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോണതാണ് കേവട വാട്ടർ. മിക്കപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നത് ഫ്രഷ് പാലാണ്. പക്ഷേ ഇന്ന് ഫ്രഷ് പാൽ തീർന്നു പോയത് കാരണം ഞാൻ കേവട വാട്ടർ ഉപയോഗിക്കണമെന്നേ ഉള്ളൂ. പിന്നെ കേവട വാട്ടർ ഞാൻ അതിൽ കളർ മിക്സ് ചെയ്ത് ഒഴിക്കാറുണ്ട്. പാലാണെങ്കിൽ പാലിൽ ഞാൻ ഇത്തിരി കേവട വാട്ടർ ഇട്ടിട്ട് കളറിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ വെറും പാലുമായിട്ട് ഞാൻ ചെയ്യാറുണ്ട്. അത് പലപ്പോഴും പല രീതിയിൽ പോലെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇന്ന് ഞാൻ വെറും കേവട വാട്ടർ മേളിൽ നിന്ന് ഒഴിച്ചു കൊടുത്തു ഗീന് ശേഷം. ഇനി ഞാൻ മേളിൽ നേരത്തെ തന്നെ ഇത്തിരി ചോറ് ഞാൻ മാറ്റി വെച്ചു, വേവിച്ചെടുത്ത അരി. അതിൽ ഞാൻ ഇത്തിരി കളർ ചേർത്തിട്ടുണ്ട്. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു സ്പെഷ്യൽ രീതിയാണ് നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ്. അപ്പോൾ ഞാൻ 2 പാത്രത്തിൽ ചോറ് മാറ്റിയതിന് ശേഷം ഒന്നിൽ നമ്മളുടെ ഓറഞ്ചും റെഡും കളറും പിന്നെ ഒന്ന് ഗ്രീനുമാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. അത് ഞാൻ മേളിൽ ഇനി ഡെക്കറേറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ഇന്ത്യൻ ഫ്ലാഗ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ മേളിൽ നിന്ന് നമ്മൾ നേരത്തെ വറുത്തെടുത്തതിൽ കുറച്ചുണ്ടായ ഇതിട്ട് കൊടുക്കുന്നു, സവാള വറുത്തത്. പിന്നെ മേളിൽ നിന്ന് ഞാൻ നമ്മളുടെ ധനിയ അരിഞ്ഞിട്ടതും കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി ദമ്മിലോട്ട് വെക്കാൻ പോണേ. ദമ്മിൽ നമ്മൾ ഏകദേശം 10 മിനിറ്റ് തോറും വെക്കണേണ്, ആവി വരണം വരെ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ തുറന്നു നോക്കാൻ പോകണേ. കംപ്ലീറ്റ്ലി കുക്കായിട്ടുണ്ടാവാം. ആവി വന്ന് തുടങ്ങി. നമ്മളുടെ ഇവിടെ ബോംബെ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് നല്ലോണം പ്ലേറ്റ് ചെയ്യാം.
നമ്മളുടെ ഇവിടെ ബോംബെ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പുതിയ റെസിപ്പീസ് പഠിക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാ ആൾക്കാരും എന്നെ സപ്പോർട്ട് ചെയ്യണം. എല്ലാ ആൾക്കാർക്കും താങ്ക് യു സോ മച്ച്. ഇനിയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.